എൻ്റെ പുന്നാര മെസ്സി അനക്കൊന്ന് കുറച്ച് അടങ്ങിക്കൂടെ? ചെക്കന്മാരെന്താ വിചാരിക്കുക? ഇവരെന്താണ് ഈ സെക്കൻഡ് ഹാഫിൽ വല്ല കോംപ്ലാനോ അല്ലെങ്കിൽ വല്ല അത്ഭുത മരുന്നോ അത്ഭുത വള്ളോ എന്തെങ്കിലുമൊക്കെ കലക്കി കുടിക്കണ്ടോ? ഇതിപ്പോ ഈ എത്രാമത്തെ കളിയാണ് ഗോളിന് പിറകെ നിന്നിട്ട് വീണ്ടും കംബാക്ക് ആയിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ മെസ്സിയെ എൻ്റെ കാലം എന്ത് ചെങ്ങായി, എൻ്റെ കാലം എന്താ ഉള്ളത്? വല്ല കാന്തോ അല്ല അത്ഭുത ദിവ്യശക്തിയോ എന്തെങ്കിലും ഉണ്ടോ? ഈസ് ഫ്രം അനദർ പ്ലാനറ്റ് എന്ന് പറയേണ്ടതിൽ ഒരു എന്താ പറയാ, ഒന്നും പറയാനില്ല. കാരണം എന്താ പറയുക, മെസ്സി ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളല്ല, വേറെ ഗ്രഹത്തിൽ ജനിക്കേണ്ട ആളാണ്. അമ്മാതിരി കളി, ആ ഒരു അത്ഭുതമാണ് കാല് ഇവന്. ഈ മെസ്സി കുട്ടൻ എവിടേക്കാണ് തിരിയാന്നോ, എങ്ങണ്ടാണ്, ആർക്കാണ് പാസ് ഇട്ട് കൊടുക്കാന്നോ, എന്താ ചെയ്യാന്നോ ഒരു ടീമിനും ഒരു പ്ലെയറും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി മൊമെന്റ് ആണ് ഓരോ സെക്കൻഡിൽ മെസ്സിന്റെ കാൽമെന്ന് കാണാൻ പറ്റുന്നുണ്ടോ. ഫസ്റ്റ് ഹാഫിൽ കണ്ടപ്പോൾ വിചാരിച്ചു എന്താണ് ഇവർ കാട്ടുന്നത്, ഇംഗ്ലണ്ട് ഇന്ന് ജയിക്കോ എന്നൊക്കെ തോന്നിയ ഘട്ടത്തിൽ ഒരു ഗോളാണ് ഇട്ടേക്കനെ അർജന്റീനക്കാർക്ക് ആലടക്കി. പിന്നീട് കണ്ടിട്ട് മറ്റേ ബുള്ളറ്റ് കയറുന്ന പോലെ, റോക്കറ്റ് പോകേണ്ട പോലെ ഇംഗ്ലണ്ട് കീറങ്ങളാണെങ്കിൽ ഫുള്ള് പെനാൽറ്റി ബോക്സിൽ മുട്ടിട്ടിരിക്കുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ ഓരണ്ട് അറ്റാക്ക് ചെയ്ത് തുടങ്ങി. അമ്മാതിരി ഷോട്ടോട് ഷോട്ട് അർജന്റീനക്കാർക്ക്. പിന്നെ ഒരു ഗോളിൽ പിന്നിലായി കഴിഞ്ഞാൽ പിന്നെ ഓലെന്താ കാട്ടാന്ന് ഓർക്ക് തന്നെ അറിയില്ല. മെസ്സിനെ കാൽമ പന്ത് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ എതിർ ടീമുകൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, നോക്കി നിൽക്കേണ്ടി വരും. അമ്മാതിരി കളിയാട്ടോ ഈ മെസ്സി 40-ാം വയസ്സിലും. ഈ 40-ാമത്തെ വയസ്സിൽ ഇമാതിരി കളി കളിക്കണമെങ്കിൽ മെസ്സിൻ്റെ ഒരു റേഞ്ച് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇപ്പോൾ ചെക്കന്മാരൊക്കെ ഉള്ളതല്ലേ ഒരു കളിക്കട്ടെ, മെസ്സേജ് ഇങ്ങനെ നല്ല ലെവലിൽ ഹൈ ലെവലിൽ കളിച്ചു കഴിഞ്ഞാൽ ചെക്കന്മാരൊക്കെ എന്താ ചെയ്യുക? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ വേൾഡ് കപ്പിലെ ഏറ്റവും ടോപ്പ് പ്ലെയർ ആരാ? അത് എംബാപ്പി ഒന്നല്ല, അത് മറ്റേ ബെല്ലിങ്ങാമോ ഹാരി കെയ്നോ ഹാളൻഡോ വിനീഷ്യസ് ഒന്നുമല്ല, അത് ലയണൽ മെസ്സി. ഒരു സംശയം വേണ്ട കേട്ടോ, ഈ ഗോൾഡൻ ബൂട്ട് മെസ്സി കിട്ടണം. കപ്പ് സ്പെയിനോ അർജന്റീന ആരെങ്കിലും ഒക്കെ എടുത്തോട്ടെ, നമ്മൾ ബ്രസീൽ ആരാധകനാ, നമുക്ക് ആരെടുത്താലും പ്രശ്നമൊന്നുമില്ല. രണ്ട് ടീമും നല്ല രീതിയിൽ കളിച്ചിട്ട് തന്നെയാണ് ഫൈനലിൽ എത്തിയത്. അപ്പോൾ പിന്നെ ഫൈനലിൽ ആരാ നല്ല രീതിയിൽ കളിക്കണ ഓരോരുത്തോട്ടെ. പക്ഷേ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളൊക്കെ മെസ്സിക്ക് തന്നെ അവകാശപ്പെട്ട അമ്മാതിരി ലെവലിൽ കളി ഈ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട്. ഇവൻ്റെ കാലുമേ എന്താ സംഭവം, വല്ല ദിവ്യശക്തി ഉണ്ടോ? ഞാൻ അതാണ് ആലോചിച്ച് നോക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മെസ്സി മാതിരി കളി കളിക്കണമെങ്കിൽ അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ കരങ്ങൾ മെസ്സിയെ സ്പർശിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ ഗ്രോത്ത് ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഡോക്ടർമാരെ എഴുതി തള്ളിയ ഒരു ചങ്ങായിയാണ് മെസ്സി. അന്ന് ഡോക്ടർമാരെന്താ പറഞ്ഞോ, ഓനെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല, ഓനക്ക് കളിക്കാൻ കഴിയൂല, ഓന് ഹൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓൻ്റെ മെസ്സിൻ്റെ ഗ്രാൻഡ് മദർ പറഞ്ഞ് അതൊക്കെ നിങ്ങളെ വെറും തോന്നലാണ്, ഞാൻ അവനെ കളിപ്പിക്കും, ഇവനെ ഫുട്ബോൾ പ്ലെയർ ആക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മളെ നാട്ടിലുള്ള സെവൻസ് നടക്കുന്ന പോലുള്ള ചെറിയ ചെറിയ ഗെയിമുകളുണ്ട്, ഫുട്ബോൾ മാച്ചസ് ഒക്കെ മെസ്സിനെയും കൊണ്ടുപോയി ഓൻ്റെ ഗ്രാൻഡ് മദർ മെസ്സിനെയും കൂട്ടിയിട്ട് പോയി ആ കളിയൊക്കെ കാണിച്ചു കൊടുത്ത് അവസാനം ചെറിയ ജൂനിയർ ടീമിൽ കൂടെ മെസ്സിനെ ചേർത്തി അവിടുന്ന് ഫുട്ബോൾ കളിച്ച് മെസ്സി നല്ലൊരു പ്ലെയറായിട്ട് മാറിയപ്പോത്തിനും വിധി മെസ്സിക്ക് പ്രതികൂലമാവുകയായിരുന്നു. അദ്ദേഹത്തിന് മുത്തശ്ശി ഭൂമിയോട് വിട പറഞ്ഞു. അതുകൊണ്ടാണ് മെസ്സി ഓരോ ഗോൾ അടിക്കുമ്പോഴും തൻ്റെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി നന്ദി പറയുന്നത്. അതേപോലെ തന്നെ മെസ്സിൻ്റെ ഈ വിജയത്തിന് പിന്നിലുള്ള രണ്ടാമത്തെ ആൾ ആൻ്റണല്ല, മെസ്സിൻ്റെ വൈഫ്. നമുക്കറിയാലോ ഈ ഇപ്പോഴത്തെ ഫുട്ബോൾ പ്ലേയേഴ്സിന് പല പ്ലേയേഴ്സിനും 2, 3, 4 കാമുകിമാരും മറ്റേ മറിച്ചൊക്കെ ഉള്ള ഈ ഒരു സമയത്തും മെസ്സിക്ക് അന്നും ഇന്നും എന്നും ആൻ്റണല മാത്രമേ ഉള്ളൂ. അത് ചെറുപ്പത്തിൽ 5-ാം വയസ്സും 10-ാം വയസ്സുള്ളപ്പോൾ കൂടി ആൻ്റണല ഇന്ന് 40-ാം വയസ്സായി നിൽക്കുമ്പോഴും മെസ്സിക്ക് ഒരേ ഒരു ലോയാലിറ്റി ആൻ്റണലിനോട് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് മെസ്സി ഒരു ഫാമിലി മെൻ ആകുമ്പോൾ മെസ്സി അത്രയും ഒരു നല്ലൊരു മനുഷ്യനാകുമ്പോഴും അതിന് ദൈവം കൊടുത്ത ഒരു നന്ദി ആയിരിക്കാം ചിലപ്പോൾ മെസ്സിയുടെ ഈ ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. ഭാഗ്യവും തലവരും തെളിയാനുള്ള ഒരു സമയങ്ങൾ ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ വേൾഡ് കപ്പ് ഇട്ട് ഈ വേൾഡ് കപ്പിന് ഒരു കളി മാത്രമാക്കല്ലേ, അതും കഴിഞ്ഞ വേൾഡ് കപ്പിലും തീക്കളി, ഈ വേൾഡ് കപ്പിൽ അതിലും വലിയ തീക്കളി കൊണ്ട് ഒരു ആറാട്ടാണ് മെസ്സി നടത്തുന്നുണ്ട് കേട്ടോ. ഈ ചങ്ങായി ഇപ്പോൾ അടുത്തോടൊന്നും ഈ കളി നിൽക്കും എനിക്ക് തോന്നുന്നില്ല. 40-ാം വയസ്സിൽ ഇമ്മാതിരി കളി കളിക്കണമെങ്കിൽ എതിർ ടീമുകൾ ഞെട്ടാങ്കി, എതിർ ടീമുകൾ ഈ ഒരു പ്ലെയർ ബോളേറ്റ് വരുമ്പോൾ 5, 6, 7 പ്ലെയർ അദ്ദേഹത്തെ സറൗണ്ട് ചെയ്ത് തടയണമെന്നുണ്ടെങ്കിൽ മെസ്സിൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ടാവും, അത് സമ്മതിച്ച് കൊടുത്തേ മതിയാവും. ഓക്കെ.